ശബരിമല യുവതി പ്രവേശന വിധിക്കെതിരായിട്ട് പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയിൽ വാദം തുടങ്ങുകയാണ്. കേരള ഗവൺമെൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഭക്തർക്ക് അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നും അഫിഡവിറ്റ് മാറ്റിക്കൊടുക്കണമെന്നാണ് യോഗക്ഷേമ സഭ ആവശ്യപ്പെടുന്നത്. ഈ കേസിൽ സുപ്രീം കോടതിയിലെ 7ാമത്തെ കക്ഷി ചേർന്ന സംഘടനയാണ് യോഗക്ഷേമ സഭ. യുവതീ പ്രവേശന കാര്യത്തിൽ ആചാര സംരക്ഷണം തന്നെയാണ് എക്കാലവും സഭയുടെ നിലപാട്. സ്ത്രീ പ്രവേശനത്തെ യോഗക്ഷേമ സഭ എതിർക്കുന്നില്ല. കാരണം 10 വയസ്സ് വരെയുള്ള കുട്ടികൾ, അതുപോലെ 50 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. എന്നാൽ യുവതീ പ്രവേശനത്തെയാണ് നമ്മൾ എതിർത്തിട്ടുള്ളത്. ആയതിനാൽ ഈ വിഷയത്തിൽ ഭക്തരുടെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന ഒരു നിലപാട് പുനഃപരിശോധനാ ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും എടുക്കണമെന്ന് യോഗക്ഷേമ സഭ ആവശ്യപ്പെടുന്നു. അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നടത്തുന്ന രീതിയിൽ നിയമപോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്നുള്ളത് ശ്രീശങ്കര ജയന്തിയാണ്. അതായത് ലോകത്തിന് മുന്നിൽ അദ്വൈത സിദ്ധാന്തം ഓതിത്തന്ന വ്യക്തിത്വമാണ് ശ്രീശങ്കരൻ. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇപ്രാവശ്യം മുതൽ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം മുതൽ യോഗക്ഷേമ സഭയും അതുപോലെ ഞങ്ങളുടെ വിദ്യാഭ്യാസ വിഭാഗമാണ് ശ്രീശങ്കര ട്രസ്റ്റ്, ഈ 2 പ്രസ്ഥാനവും ചേർന്നുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, അതുപോലെ ജനപ്രതിനിധികൾ, ഇവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങളുടെ തന്നെ സ്ഥാപനമായ പെരുമ്പാവൂർ ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ വെച്ച് നടത്തുകയാണ്. വളരെ വിപുലമായൊരു സമ്മേളനമാണ് നടത്തുന്നത്. അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പരിപാടിയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ലോകത്തിന് മുന്നിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സിമ്പിൾ തന്നെയാണ് ശ്രീശങ്കരൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ശ്രീശങ്കരൻ്റെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായ എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള പെരുമ്പാവൂരിൽ വെച്ചിട്ട് ഈ സമ്മേളനം ചേരുന്നത്. അത് വളരെ വിപുലമായിട്ട് എല്ലാ വർഷവും യോഗക്ഷേമ സഭയുടെ ഒരു പരിപാടിയായിട്ട് നമ്മൾ നടത്താൻ ആലോചിച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ പത്രസമ്മേളനം. യോഗക്ഷേമ സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞാൻ തന്നെയാണ്, പയ്യന്നൂർ സ്വദേശിയാണ്. സഭയുടെ സംസ്ഥാന സമിതി അംഗമാണ്. മറ്റൊരു വ്യക്തിത്വം TC മാധവൻ, പല ചുമതലകളും വഹിച്ച വ്യക്തിത്വമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ശ്രീശങ്കര ട്രസ്റ്റിൻ്റെ ഇന്നീ സമ്മേളനത്തിൽ ഹാജരായിട്ടുള്ളത്. കണ്ണൂര് അല്ല, ശങ്കര ജയന്തി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്രാവശ്യം